ഇന്നൊരു ശനിയാഴ്ചയായിരുന്നു. നമ്മുടെ ഓഫീസ് ടൈം ഉച്ച വരെ ഉള്ളതുകൊണ്ട് നമ്മൾ നേരെ ഇന്ന് നമ്മുടെ വേൾഡ് ട്രേഡ് സെൻറ്ററിലേക്ക് പോകുന്നതിന് വേണ്ടി മെട്രോ ഇറങ്ങി നേരെ വേൾഡ് ട്രേഡ് സെൻറ്ററിലേക്ക് നടന്നു. മെട്രോയിൽ നമ്മൾ പലപ്പോഴും പോകുമ്പോൾ വേൾഡ് ട്രേഡ് സെൻറ്റർ കണ്ടിട്ടുണ്ടെങ്കിലും എങ്ങനെ എങ്ങോട്ട് പോകും, എങ്ങനെയാണ് പോകേണ്ടതെന്നൊന്നും അറിയത്തില്ലായിരുന്നു. അപ്പോൾ നമ്മൾ നേരെ വേൾഡ് ട്രേഡ് സെൻറ്ററിൽ ഇറങ്ങി പതുക്കെ താഴെ കൂടെ ഇറങ്ങി റോഡിൽ കൂടെ ഇങ്ങനെ നടന്ന് കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ നടന്നു പോവാണ്. ഇടയ്ക്കിടയ്ക്ക് ഓരോ ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട്. വൈശാഖ് കൂടെ ഉള്ളതുകൊണ്ട് പിന്നെ അദ്ദേഹത്തിന് ഇടയ്ക്കിടയ്ക്ക് ഓരോ ഫോട്ടോസൊക്കെ എടുക്കണം. അങ്ങനെ നമ്മൾ ദൂരെയും തന്നെ വേൾഡ് ട്രേഡ് സെൻറ്റർ കണ്ടു. വൈകുന്നേരം ആയെങ്കിലും ദുബായിയുടെ ഇപ്പോഴത്തെ കാലാവസ്ഥയ്ക്ക് പ്രകാരം നല്ല ചൂടായി. നേരെ ട്രേഡ് സെൻറ്ററിൻ്റെ മുന്നിലെത്തി. ആദ്യം ഒരു ഡൗട്ട് അടിച്ചു, അകത്തോട്ട് കയറാൻ പറ്റുമോ, പാസ്സില്ലല്ലോ. പക്ഷേ രണ്ടും കൽപ്പിച്ച് ഞങ്ങൾ അകത്തോട്ട് കയറി. ഇതിൻ്റെ താഴത്തെ നിലയിൽ പോകുന്നത് യഥാർത്ഥത്തിൽ ഫ്രീ ആണ്. താഴത്തെ നിലയും അതിൻ്റെ തൊട്ട് മുകളിലും കയറാം. അതിനുള്ളിലേക്ക് കയറുന്നതിനാണ് പാസ് വേണ്ടതെന്ന് പിന്നെ മനസ്സിലാക്കി. നമ്മളവിടെ ചെന്നപ്പോൾ ഒരു റോബോട്ട്, ആ റോബോട്ടിനെ കാണാൻ വേണ്ടി ആൾക്കാർ അതിൻ്റെ ചുറ്റും കൂടി നിൽപ്പുണ്ട്. അതിനെ രണ്ടുപേരെ നിയന്ത്രിക്കുന്നുണ്ട്. അവിടെ രണ്ടുപേരും ഒരു റിമോട്ടിൽ. അതിൻ്റെ ഇടയ്ക്ക് അവിടെ ഒരു കിയോസ്കി ഉണ്ട്. ഒരു തമാശ പോലെ അതിൽ കയറി 2 ക്ലിക്കൊക്കെ കൊടുത്തു. അതിലൊന്നും ഇല്ല, നമുക്ക് അവിടെ തന്നെ പെട്ടെന്ന് പാസ് എടുക്കാൻ പറ്റും. പിന്നെ അവിടെ നിന്ന് നേരെ നമ്മൾ എന്ത് ചെയ്തു, മെട്രോ പിടിച്ച് ദുബായ് മോളിൽ പോയി. ഇന്ന് ദുബായ് മോള് ഒന്നാമത്തെ കാര്യം 2 KFC അടിക്കാമെന്ന് വിചാരിച്ചാണ് പോയത്. അങ്ങനെ ദുബായ് മോളിൽ ചെന്നപ്പോൾ നല്ല ലൈറ്റും നല്ല രസമുണ്ട് കാണാൻ. അങ്ങനെ ദുബായ് മോളിലെ കുറച്ച് കാഴ്ചകളൊക്കെ കണ്ട് അവിടുത്തെ ഇതൊക്കെ എപ്പോഴും ഞങ്ങൾ കാണാറുള്ളതാണ്. അവിടുത്തെ വാട്ടർഫോൾസും ഇതൊക്കെ കണ്ട് ഇതൊക്കെ അകത്തുള്ളതാണ്. ഇതൊക്കെ ഓൾമോസ്റ്റ് ഉള്ളവരും കണ്ടതാണ്. ഞങ്ങൾ നേരെ തിരിച്ച്